ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും കയ്യിലെയും കാലത്തേക്ക് അടിപൊളിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ട്. അതായത് ചില ആളുകൾക്ക് നമ്മൾ കുറച്ച് വളർന്നു വരുമ്പോഴേക്ക് അതിന് പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ ഒരു ദ്രവിച്ച് പോയി പോവുക, അല്ലെങ്കിൽ പൊളിഞ്ഞു പോരുക, ഒരു ലെയർ വരിക, അല്ലെങ്കിൽ ചെറിയ ലൈൻസ് വരിക, ഇതൊക്കെയാണ് പൊതുവെ നെയിലിന് വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് നല്ല ഭംഗിയിൽ നെയിലൊക്കെ നീട്ടണം, അല്ലെങ്കിൽ അതേപോലെ നെയിൽ പോളിഷ് ഒക്കെ ഇടണം, നല്ല ഭംഗിയായിട്ട് വെക്കണം. പൊതുവെ നെയിലൊക്കെ വെക്കുമ്പോൾ കുറച്ചൊരു ഭംഗിയാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കാറുണ്ടോ? ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയിലൊക്കെ വെച്ചിട്ട് ഒരു ഡ്രസ്സിനനുസരിച്ച് മാറ്റുക, പിന്നെ നല്ല ന്യൂഡ് കളർ ഇടുക, അല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സ് ഇടുക, അങ്ങനെ ഓരോരുത്തർ ഇഷ്ടമാണത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നെയിൽ കാലത്തെയും അതുപോലെ തന്നെ നമ്മുടെ കൈത്തെയും നിന്നൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നീട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞാൽ നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതും നീളാത്ത നെഗാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നീട്ടിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം കൂടെ പറഞ്ഞാൽ ഈ പൊട്ടി പോകുന്നത് പകുതി എത്തുമ്പോഴേ പൊട്ടി പോവുക, അല്ലെങ്കിൽ സൈഡ് പിന്നി പോവുക, അല്ലെങ്കിൽ നഖം ഒരു യെല്ലോ കളറിലേക്ക് മാറുക, ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്യും. അതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറയാൻ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പം എൻ്റെ നെയിലാണിത്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് കളറിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓരോരോ പരീക്ഷണങ്ങൾ ഞാൻ അകത്ത് നടത്തുക. അതുപോലെ ഞാൻ കാലത്തിനകം ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിലേക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നെയിൽ നല്ല രീതിയിൽ നീട്ടിയെടുക്കണം. നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ മസാജ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മസാജ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാവരും ഈ കടിക്കുന്ന ഉണ്ടാവും, നമ്മളിങ്ങനെ കടിച്ച് തുപ്പുന്ന ഒരു പരിപാടി ഉണ്ട്. അത് സ്റ്റോപ്പ് ചെയ്തത് അത് എത്ര കാലം നിങ്ങൾ നീട്ടിക്കൊണ്ടുപോകണം അത്രയും കാലം നിങ്ങൾ നെയിൽ അങ്ങനെ തന്നെ ഇരിക്കും. അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ആ ഒരു നെയിൽ വളർന്നു വരാൻ കുറച്ച് ടൈം എടുക്കും. നമുക്ക് ആ ഒരു നെയിൽ വളർന്നു വരികയാണെങ്കിൽ അത് ഭയങ്കര ലൈറ്റായിട്ട് തിന്നായിട്ടുള്ളതായിരിക്കും. എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ നെയിൽ നീട്ടിയെടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ മസാജ് ചെയ്ത് നീട്ടിയെടുക്കുക. നിങ്ങൾ ഏത് സ്റ്റേജിൽ നിൽക്കുന്ന ആളാട്ടെ, തീരെ നീളുന്നില്ല, അല്ലെങ്കിൽ ഇതേപോലെ ചെറിയൊരു പൊളിഞ്ഞു പോലെ ഒരു വിറ്റാമിൻ്റെ കുറവ് പോലെ തോന്നുകയാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ നെയിൽ മസാജ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും വാസ്ലിൻ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഓയിൽ എടുക്കുക, ഒന്നെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ എടുക്കുക. എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഭാഗം കണ്ടില്ല, ഇവിടെ ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ ബ്ലഡ് കയറുന്നതാണ്. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വലിക്കുകയല്ല, ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗത്ത് ഭാഗം ഇങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നീളാൻ പറ്റും. ഈ നീളുന്ന നഖം നല്ല തിക്കായി നല്ല കട്ടിയുള്ള നഖമായിരിക്കും. അതായത് തൊടുമ്പോഴേ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന നഖമൊന്നും നിങ്ങൾക്ക് ആ ടൈമിലുള്ള നമുക്ക് 1 വീക്കിനെ കൊണ്ട് നീട്ടിയെടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പ്രസ് ചെയ്യുക. അതായത് നേരെ താഴേക്കല്ല, മുകളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എന്താ ബ്ലഡ് സർക്കുലേഷൻ മുകളിലേക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡയറക്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾ മസാജ് ചെയ്യുക. നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ വാസ്ലിൻ യൂസ് ചെയ്യുക. നമ്മൾ ബോഡി ലോഷൻ പോലെ വാസ്ലിൻ്റെ ബോഡി ലോഷൻ ഉണ്ടാവും. നമ്മൾ ഗ്ലൂട്ടാഗ്ലോൻ്റെ ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിച്ചിട്ടുണ്ട്. അതുണ്ടെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസർ, നമ്മൾ ബോഡി മോയ്സ്ചറൈസർ ഉണ്ടാവും, അത് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ബോഡി ലോഷൻ ടൈപ്പ് ഉണ്ടാവും, അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതേപോലെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളം, ഭയങ്കര ചൂടല്ല, ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങൾ ജസ്റ്റ് അത് സ്റ്റാർട്ട് ടൈമിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒഴിവാക്കി എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ഹാൻഡ് വാഷ് ചെയ്ത് കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. എന്നാൽ ആ ടൈം മാക്സിമം 5 മിനിറ്റ് എന്തായാലും നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കുക. ഒരു 1 വീക്കിനെ കൊണ്ട് നിങ്ങൾ നഖത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന അപ്പുറം ആയിരിക്കും കേട്ടോ. അടിപൊളിയായിട്ട് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ കാലും, പിന്നെ കാലുള്ള ഒരു പ്രശ്നം വെച്ചാൽ ചില പെട്ടെന്ന് ഈ നീണ്ടു വരുമ്പോഴേക്ക് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ വരും കാലിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, അതിന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഈ പൊട്ടിപ്പോകുന്ന പ്രശ്നം അല്ലെങ്കിൽ വിള്ളൽ വരുന്ന പോലത്തെ പ്രശ്നമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കാര്യം വെച്ചാൽ ചെറുനാരങ്ങൻ്റെ നീര്, അതുപോലെ നമ്മൾ ഓറഞ്ചിൻ്റെ നീരുണ്ടാവില്ല, ചെറുനാരങ്ങ നീര്, ഓറഞ്ച് നീര് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടെ ഒരുമിച്ചെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നിച്ച് എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. രണ്ടും കൂടിയാണ് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാലിന് മുകളിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ മുകളിലേക്ക് ഡയറക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മുകളിലേക്ക് ഒരിക്കലും താഴേക്ക് ചെയ്ത് റിവേഴ്സ് ആയിട്ട് ചെയ്ത് നേരെ മുകളിലേക്ക് അപ്പ് ഡയറക്ഷനിൽ മുകളിലേക്ക് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 5 മിനിറ്റ് അതും ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയണം. നിങ്ങളിപ്പോൾ നെയിലിൻ്റെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് മസാജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ദിവസമായിട്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഈ ഒരു പൊട്ടിപ്പോകുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഇതിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ നിങ്ങൾ കൂടുതൽ സോപ്പിലൊക്കെ കഴിക്കുക അത്ര നല്ല ഒന്നല്ല, നമ്മൾ നെയിൽ തിന്നാവാൻ തുടങ്ങും. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് അത്ര ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിനൊപ്പം ചെയ്തു വന്നത്, അതായത് കുറച്ചും കൂടി കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്താണ്, ഷൈനിങ് കൂട്ടാൻ വേണ്ടിയിട്ടും കട്ടി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്താണ് നാരങ്ങ നീരൊക്കെ. ഇനി നിങ്ങളെന്ന് വെച്ചാൽ നല്ല നേക്കൾ നിങ്ങളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. അല്ലാതെ പൊട്ടിപ്പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ടൈം അത് യൂസ് ചെയ്യുക. ഈ ടൈം ഒരു 1 വീക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യങ്ങളിൽ യൂസ് ചെയ്തിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മസ്റ്റായി ഷെയർ കൊടുക്കുക. നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ, നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടും.